ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ, എലഗൻസ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, AR കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുറ്റാരം, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത് ഐ ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, KMK ഹോസ്പിറ്റൽ കുന്നിക്കോട് ആൻഡ് സ്റ്റൈൽ ബാത്ത് കൊട്ടാരക്കര ആയൂർ പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, bathroom fittings, modular kitchen, plumbing, tiles, sanitary, paint, furniture, granite, cement, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. Elegant Events and Caterers, Pattanapuram. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant Events, SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 99476970. AR College of Engineering and Technology near Kuttalam, Tamil Nadu. AICTE approved, affiliated to Anna University, Chennai. Courses offered: UG courses, BE Mechatronics, BE Civil Engineering, BE Computer Science and Engineering, BE Electronics and Communication Engineering, BE Mechanical Engineering, BE Electrical and Electronics Engineering, BE Automobile Engineering. PG courses: ME Applied Electronics, ME Computer Science and Engineering, ME Power Electronics, ME Structural Engineering, ME Computer Aided Design. For admission contact AR Information Center, Chowk Road, Punalur. Phone 9562023444. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കും. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് വന്മള. പ്രധാന വാർത്തകൾ. കിഴക്കൻ മേഖലയിൽ പനി പടരുന്നു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ദിവസേന ചികിത്സ തേടിയെത്തുന്നത് ആയിരക്കണക്കിന് രോഗികൾ. ആർ ബാലകൃഷ്ണപിള്ളയ്ക്കും KB ഗണേഷ് കുമാർ MLAക്കുമെതിരെ കോൺഗ്രസ് നേതാവിന്റെ രൂക്ഷ വിമർശനവും. നാണവും മാനവുമില്ലാത്തവരാണ് പിള്ളയും ഗണേഷ് കുമാറുമെന്ന് KPCC നിർവാഹക സമിതി അംഗം CR നജീബ്. ഒഴിയാബാധയായി ആഫ്രിക്കൻ ഒച്ചുകൾ, മേലില, വെട്ടിക്കവല പഞ്ചായത്തുകൾ, ജനങ്ങൾ ഭീതിയിൽ. വാർത്തകൾ വിശദമായി. കിഴക്കൻ മേഖലയിൽ പനി പടരുന്നു. ദിവസേന പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത് ആയിരങ്ങൾ.
കിഴക്കൻ മേഖലയിൽ പനി വ്യാപകമായതോടെ ദിവസേന ആയിരക്കണക്കിന് രോഗികളാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി പനി ബാധിച്ച് എത്തുന്ന രോഗികളുടെ എണ്ണം ഇരട്ടിയായിട്ടുണ്ട്. വ്യാഴാഴ്ച ദിവസം 1800 രോഗികളാണ് ഇവിടെ OP വിഭാഗത്തിൽ മാത്രം ചികിത്സ തേടിയെത്തിയത്. മഴക്കാലം ആരംഭിച്ചതോടെ രോഗികളുടെ എണ്ണം ദിവസേന വർദ്ധിച്ചു വരികയാണ്. OP വിഭാഗത്തിലും IP വിഭാഗത്തിലുമായി 2000-ഓളം രോഗികൾ ദിവസേന എത്തുന്നതായാണ് ഏകദേശ കണക്ക്. തലവേദനയും ശാരീരിക അസ്വസ്ഥതയും കഫക്കെട്ടുമാണ് മിക്ക രോഗികളിലും കണ്ടുവരാറുള്ളത്. പനിക്ക് ആവശ്യമായ മരുന്നുകൾ ആശുപത്രിയിൽ ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചികിത്സ നൽകാൻ ഡോക്ടർമാർക്ക് കഴിയുന്നുമുണ്ട്. പനിക്ക് പുറമെ ഡെങ്കിപ്പനിയും കിഴക്കൻ മേഖലയിൽ വ്യാപകമാണ്. കഴിഞ്ഞ സീസണിലേക്കാൾ കൂടുതൽ ഡെങ്കിപ്പനി കേസുകൾ ഇത്തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വൈറൽ പനിബാധ മൂലം രക്തത്തിൽ കൗണ്ട് കുറഞ്ഞു വരുന്ന പ്രവണതയും രോഗികളിൽ കണ്ടുവരുന്നു. താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവുണ്ടെങ്കിലും ഉള്ള സംവിധാനങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിയുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചാലിയക്കര AVT മാനേജ്മെന്റിനെതിരെ CITU പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K. രാജഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ചാലിയക്കര AVT എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ CITU പ്രവർത്തകർ പണിമുടക്കി പ്രതിഷേധം സംഘടിപ്പിച്ചു. കഴിഞ്ഞ കുറെ നാളുകളായി AVT മാനേജ്മെന്റ് തൊഴിലാളിദ്രോഹ നടപടികളാണ് നടത്തുന്നതെന്നും അനാവശ്യമായി തൊഴിലാളികളെ പിരിച്ചുവിടുകയും അടിമവേല ചെയ്യിക്കാൻ ശ്രമിക്കുകയാണെന്നും സമരക്കാർ കുറ്റപ്പെടുത്തി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K. രാജഗോപാൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ മാന്യമായ നിലപാടാണ് ഇതുവരെയും യൂണിയൻ സ്വീകരിച്ചത്. യൂണിയന്റെ നേതാക്കൾ തന്നെ സംസാരിച്ചു. പലവട്ടം ചർച്ചയും ധർണയും ഒക്കെ നടന്നതിന് ശേഷം സൂചനാ പണിമുടക്ക് നടത്തി. ഇതെല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ പോകുന്നതാണ്. ആ ധാരണയെ ഗ്രൂപ്പ് മാനേജർക്ക് വേണം. ഇത് അങ്ങനെ അവസാനിപ്പിക്കാൻ ഇതുപോലെ ഒരു സൂചനാ പണിമുടക്ക് നടത്തേണ്ട കാര്യമില്ല. സൂചനാ പണിമുടക്ക് തീരുമാനിക്കുന്നതിന് മുമ്പേ അവസാനിപ്പിച്ചില്ല എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ മാന്യമായി യൂണിയൻ നേതൃത്വവുമായി ചർച്ച ചെയ്ത് ഒരു പരിഹാരമുണ്ടാകാൻ തയ്യാറാവുന്നില്ലെങ്കിൽ കൂടുതൽ ശക്തമായ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആ പ്രഖ്യാപനം. A. പ്രകാശ് അധ്യക്ഷത വഹിച്ചു. അജയൻ സ്വാഗതം പറഞ്ഞു. ജോർജ് മാത്യു, PS ചെറിയാൻ, ലൈലജ, സുഭാഷ് ജിനാഥ്, ജയദേവ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ പുതുതായി പണി കഴിപ്പിച്ച സാക്ഷരതാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ സ്വന്തമായി കെട്ടിടമുള്ള സാക്ഷരതാ കേന്ദ്രമായി ഈ സെന്റർ മാറി. ഓഫീസ് മുറിയും ഹാളും ചേർന്നതാണ് കെട്ടിടം. പരിശീലനങ്ങൾ, സാക്ഷരതാ ക്ലാസുകൾ എന്നിവ നടത്തുന്നതിന് ഉതകുന്ന രീതിയിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. നേരത്തെ പെരുന്തോലിൽ ആസ്ഥാനമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന തുടർ വിദ്യാ കേന്ദ്രമാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. കറവൂർ പോസ്റ്റ് ഓഫീസിനോട് ചേർന്നുള്ള സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ബുധനാഴ്ച കറവൂരിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജോസ് വിദ്യാകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 15-16 സാമ്പത്തിക വർഷത്തിൽ മുഴുവൻ ആൾക്കും 3 വീൽ സ്കൂട്ടർ കൊടുക്കാനുള്ള നടപടി നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. പട്ടികജാതിയിൽപ്പെട്ട ലൈസൻസ് ഉള്ള പെൺകുട്ടികൾക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ ലൈസൻസ് ബാധ്യതയുള്ള കുട്ടികൾക്ക് അടുത്ത സാമ്പത്തിക വർഷത്തിൽ 25 പേർക്ക് ഓട്ടോറിക്ഷ ഓടിക്കാനുള്ള നടപടി നമ്മൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് റോഡും പാലവും മാത്രം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പോകുന്നില്ല. വരുമാനമായ കുടുംബത്തിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ. ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദാമൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിസി തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സരള മോഹൻ, അനിതകുമാരി, ജയ മധു, സാക്ഷരതാ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ES ബിച്ചുമോൻ, പ്രേരക് ശ്രീ സുജ, വിവിധ രാഷ്ട്രീയ നേതാക്കളായ കറവൂർ സുരേഷ്, രാജൻ, രജിത്, തോമസ്, ഷിബു, പ്രകാശ്, ജോയി, അനിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ആര്യങ്കാവ് പാലരുവി വനസംരക്ഷണ സമിതിയുടെ പൊതുയോഗം ജൂലൈ 12-ന്. കഴിഞ്ഞ ദിവസം തെന്മലയിൽ DFO വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പൊതുയോഗം സംഘടിപ്പിക്കാൻ തീരുമാനമായത്. കഴിഞ്ഞ ദിവസം തെന്മലയിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. കഴിഞ്ഞ 31-ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത് സമവായത്തിലൂടെയല്ലെന്ന് പറഞ്ഞ് 9 അംഗങ്ങൾ രാജിവെച്ച സാഹചര്യത്തിലാണ് സംഗതി വിവാദമായത്. പരാതിയെ തുടർന്ന് VSSന്റെ താൽക്കാലിക ചുമതല മുൻ പ്രസിഡന്റിന് നൽകുകയായിരുന്നു. 2012-ൽ VSSനെതിരെ കോടതിയെ സമീപിക്കുകയും 2015-ൽ അതേ മാർഗത്തിലൂടെ തിരഞ്ഞെടുപ്പ് നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ശരിയല്ലെന്നും സമവായത്തിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും VSSന്റെ താൽക്കാലിക കെയർടേക്കർ വിജയകുമാർ പറഞ്ഞു. സമവായത്തിലൂടെ അല്ല തെരഞ്ഞെടുപ്പ് നടന്നതെന്നുള്ള ആക്ഷേപം ആ തിരഞ്ഞെടുക്കപ്പെട്ട 20 അംഗ കമ്മിറ്റിയിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുമുള്ള 9 പേര് ബഹുമാനപ്പെട്ട തെന്മല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് പരാതി നൽകുകയും അതിന് DFO ഹിയറിങ്ങിന് വിളിക്കുകയും 2015 DFOയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഞങ്ങൾ കൊടുത്ത പരാതി
അംഗീകരിക്കുകയും വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള തീരുമാനത്തിലേക്ക് പോയിരിക്കുകയാണ്. വരുന്ന അടുത്ത മാസം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ തോന്നുന്നത്. അടുത്ത മാസം തെരഞ്ഞെടുപ്പ് നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വേർതിരിവില്ലാതെ സമവായത്തിലൂടെ തെരഞ്ഞെടുക്കണമെന്നാണ് VSSന്റെ നിയമാവലിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത മാസം എല്ലാവരെയും ചേർത്ത് തെരഞ്ഞെടുപ്പ് നടത്തുകയും. എന്നാൽ 2012 മുതൽ പാലരുവി VSSന്റെ തിരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകുന്ന വിവാദങ്ങൾക്ക് കാരണം കോൺഗ്രസിലെ തന്നെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമാണെന്നാണ് ആക്ഷേപം. എന്നാൽ ഇടതുകക്ഷികൾ സംഭവത്തോട് മൃദു സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്. മറ്റ് VSSകളുടെ പ്രസിഡന്റ് പദവിയിൽ താൽപര്യം ഇല്ലാത്തവർ പാലരുവി VSSന് പിറകെ പോകുന്നതിന് പിന്നിൽ പദവി മോഹം മാത്രമാണെന്നാണ് ഇടതു പാർട്ടികളുടെ ആക്ഷേപം. വരുന്ന ജൂലൈ 12 നടക്കുന്ന പൊതുയോഗത്തിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അവരറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ 9442558870. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. Classy sanitary wears. From the house of luxury sanitary wears, Style Bath, Kottarakara, Ayur, Punlur. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൺ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ. ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ. പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471-254-5858. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ്. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, MJ ആർക്കേഡ്, പുനലൂർ. ഫോൺ 9447154898. പെൺമനസ്സിനെ തൊട്ടു തഴുകുന്ന അതിവിശാലമായ ബ്രൈഡൽ കളക്ഷൻ. സംഗീതമൊഴുകുന്ന ശ്രുതിമാധുര്യത്തോടെ കനകവർണ്ണത്തിൽ ചാലിച്ചെഴുതിയ സ്വപ്നചിത്രം ഇനി നിങ്ങൾക്കും സ്വന്തം. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ 916 BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കുവാൻ
ഏറ്റവും പുതിയ ഡയമണ്ട് കളക്ഷൻസ്. ഇടിമണ്ണിക്കൽ സ്വർണ്ണമാകൂ, അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, റാന്നി, മുക്കോട്ടുത്തറ, ചിറ്റാർ. സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ആലക്കുളം, തെങ്കാശി. തെങ്കാശി തിരുനെൽവേലി പ്രധാന പാതയ്ക്ക് സമീപം ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണതയായി സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ദ പെർഫെക്റ്റ് ന്യൂ ജനറേഷൻ പോളിടെക്നിക് കോളേജ്. Canteen facility, special coaching for campus interviews. We give 8 diploma level courses: diploma in civil engineering, mechanical engineering, electrical and electronics engineering, electronics and communication engineering, computer engineering, automobile engineering, marine engineering and instrumentation and control engineering. Library, scholarship for well-scored students, Malayali management, Kerala food, 100% placement and transport facilities. St. Mariam Polytechnic College, Alamkulam, Tengashi. ആർ ബാലകൃഷ്ണപിള്ളയ്ക്കും കെ ബി ഗണേഷ് കുമാർ MLA-ക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ്. നാണവും മാനവും ഇല്ലാത്തവരാണ് പിള്ളയും ഗണേഷ് കുമാറുമെന്ന് KPCC നിർവാഹക സമിതി അംഗം CR നജീബ്. ആർ ബാലകൃഷ്ണപിള്ളയ്ക്കും മകൻ കെ ബി ഗണേഷ് കുമാറിനും വ്യക്തമായ രാഷ്ട്രീയമില്ല, അതിനാൽ ജനങ്ങളോട് പ്രതിബദ്ധതയുമില്ലെന്ന് CR നജീബ് ആരോപിച്ചു. അവരെയൊക്കെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികളില്ല, വ്യക്തിപരമായ ആവശ്യങ്ങൾ മാത്രമേ അവർക്കുള്ളൂ. അതുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് കേരളത്തോടോ ഇന്ത്യയോടോ അല്ലെങ്കിൽ ജനതയോടോ യാതൊരു കടപ്പാടോ ബാധ്യതയോ ഒന്നുമില്ലാത്ത ആളുകളാണ്. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ജീവിക്കുന്നു, വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ഉപയോഗിക്കുന്നു, വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പണം ഉണ്ടാക്കുന്നു. അവർ സൗഭാഗ്യമനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പിള്ള ഗ്രൂപ്പ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വ്യക്തിപരമായ കാര്യങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് ബി. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് കോൺഗ്രസ് മന്ത്രിമാരെ വിമർശിക്കാൻ എന്ത് അർഹതയാണുള്ളതെന്നും CR നജീബ് ചോദിച്ചു. ഇപ്പോൾ അരുവിക്കര പോലുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ നടന്ന് പത്തനാപുരത്തുകാരുടെ വോട്ടും വാങ്ങി അധികാരത്തിൽ നിന്നുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെയും കോൺഗ്രസ് നേതാക്കന്മാരെയും മുക്കിനും മൂലയിലും പോയി തെറി പറയുന്ന നാണം കെട്ട നാറിയ രാഷ്ട്രീയ പ്രവണത ഈ കെ ബി ഗണേഷ് കുമാറിനും അദ്ദേഹത്തിൻ്റെ പിതാവിനും അല്ലാതെ ആർക്ക് പറ്റുമെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം ഇരുവരുടെയും പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്ന അച്ഛൻകോവിൽ അജിത് കുമാർ ഫേസ്ബുക്കിൽ നടത്തിയ വിമർശനം ഇവർക്കുള്ള മറുപടിയാണ്. സ്വർണ്ണക്കടയുടെ ഉദ്ഘാടന ചടങ്ങിൽ പീതാംബരക്കുറുപ്പിനെ ആക്ഷേപിക്കാൻ ഗണേഷ് കുമാറിന് എന്ത് അർഹതയാണുള്ളതെന്നും CR നജീബ് ചോദിച്ചു. ശ്വേതാമേനും വന്നപ്പോൾ അവരോട് ആ സ്ത്രീ കലാകാരിയോട് അല്ലെങ്കിൽ ആ സഹോദരിയോട് ബഹുമാന്യനായ ഇവിടുത്തെ MLA പറയുന്നത് കേട്ടു, അവിടെ കുറുപ്പന്മാരൊന്നും ഇല്ലാത്ത നാടാണ്, അതുകൊണ്ട് ധൈര്യമായി സംസാരിക്കാമെന്ന്. യഥാർത്ഥത്തിൽ ആളുകൾ ആദ്യമൊക്കെ പേടിച്ചത് അദ്ദേഹം ഇവിടെ വന്ന അവസരങ്ങളിലാണ് പേടിച്ചത്. മോൻ അല്ല പേടിക്കേണ്ടത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിലെയും നാട്ടിലെയും സ്ത്രീകൾ ആകമാനം പേടിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറഞ്ഞ വസ്തുതകൾ വെച്ച് കണക്കുകൂട്ടി നോക്കിയപ്പോൾ സ്ത്രീകൾ ആകമാനം പേടിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അഞ്ചൽ മിഷൻ ആശുപത്രി മംഗലത്ത് വാതുക്കൽ റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. റോഡിലെ മെറ്റൽ കൂനയും ഗതാഗതത്തിന് ദുഷ്കരമാകുന്നു. കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിലുണ്ടായ ശക്തമായ മഴയിൽ തകർന്ന അഞ്ചൽ മിഷൻ ആശുപത്രി മംഗലത്ത് റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് അധികാരികൾക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ 10 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചു. എന്നാൽ ഇതിന്റെ നിർമ്മാണത്തിനായി മെറ്റൽ റോഡിന് കുറുകെ ഇറക്കിയിട്ട് ദിവസങ്ങൾ ഏറെയായി. ഇത് ഒതുക്കിയിടുന്നതിന് നാട്ടുകാർ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ബന്ധപ്പെട്ടവർ അതിന് തുനിഞ്ഞില്ല. റോഡ് ഭാഗികമായി തകർന്നത് മാത്രമല്ല, ഇപ്പോൾ റോഡിന് കുറുകെ ഇറക്കിയിട്ടിരിക്കുന്ന നിർമ്മാണ സാധനങ്ങളും ജനങ്ങളെ വലയ്ക്കുകയാണ്. മഴക്കാലമായതിനാൽ ടാറിംഗ് ഇനിയും താമസിക്കുമെന്നാണ് അധികാരികൾ പറയുന്നത്. ഓട്ടോറിക്ഷകൾ പോലും സഞ്ചരിക്കാൻ മടിക്കുന്ന ഈ റോഡിൽ ഇപ്പോൾ ഇറക്കിയിട്ടിരിക്കുന്ന മെറ്റൽ ബൈക്ക് യാത്രക്കാർക്കും കൂടുതൽ ഭീഷണിയാവുകയാണ്. അടിയന്തരമായി റോഡ് സഞ്ചാര യോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. പല അധികാരപ്പെട്ട സ്ഥാപനങ്ങളിലും പരാതികളും നിവേദനങ്ങളും നൽകിയെങ്കിലും നാളിതുവരെയായി യാതൊരുവിധ പ്രതിഫലവും കണ്ടില്ല. അടുത്ത സമയത്തായി റോഡിൻ്റെ 2 സൈഡിൽ ഒരു ഓട്ടോ പോലും പോകാൻ പറ്റാത്ത തരത്തിൽ മെറ്റൽ ഇറക്കിയിട്ടിരിക്കുകയാണ്. ഇതിനും പിന്നീടുള്ള പണികളൊന്നും ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ പൊതുജനങ്ങൾ ഇടപെട്ട് ശക്തമായ മേൽനടപടികൾ, പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ ഇടപ്പാളയത്ത് പാലം ഏതു സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിൽ. ബന്ധപ്പെട്ടവർ ഉടൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു.
ഇടപ്പാളയം റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷന് സമീപത്താണ് പാലം അപകടാവസ്ഥയിലുള്ളത്. പാലത്തിന്റെ ഒരു വശം പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നു കഴിഞ്ഞു. ഒരു വർഷക്കാലമായി പാലം ക്രമേണ താർന്നുകൊണ്ടിരിക്കുകയാണ്. അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും തിരിഞ്ഞു നോക്കാൻ അവർ തയ്യാറായില്ലെന്ന് നാട്ടുകാർ പരാതി പറയുന്നു. സൈഡിലെ കെട്ട് മൊത്തം ഇടിഞ്ഞ് നാശമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന് മുൻപ് ഒരു അവസരത്തിൽ ഒരു വണ്ടി വന്നിവിടെ മറിയുകയും ഇതിനകത്ത് ഒരു വ്യക്തി മരിക്കുകയും ചെയ്ത അവസ്ഥയാണ്. എന്നാൽ അനാസ്ഥയാണ്. ഒരു ട്രിപ്പ് ഇവിടെ വന്ന് എല്ലാവരും എടുത്ത് പേപ്പറിൽ കൊടുത്ത് എന്നിട്ട് ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഹൈവേയുടെ അനാസ്ഥ മൂലമാണ് ഈ സംഭവിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒരു യുവാവ് ഇവിടെ അപകടത്തിൽപ്പെട്ട് മരിച്ചിരുന്നു. ദേശീയപാതയിൽ ദിനംപ്രതി നൂറുകണക്കിന് ചരക്ക് ലോറികൾ കടന്നു പോകുന്നതിനാൽ പാലം ഉടൻ നവീകരിച്ചില്ലെങ്കിൽ വൻ ദുരന്തം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. ദേശീയപാതയുടെ നവീകരണത്തിനായി കോടിക്കണക്കിന് രൂപ അനുവദിക്കുന്നുണ്ടെങ്കിലും ഇത് കാര്യമായി വിനിയോഗിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ദേശീയപാതയിൽ കഴുതുരുട്ടി ഇരട്ടപ്പാലത്തിനും ആര്യങ്കാവ് മുറിയൻ പാഞ്ചാലി പാലത്തിനും പകരം പുതിയ പാലം നിർമ്മിക്കുവാൻ 65 കോടി രൂപ അനുവദിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് NH അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. പാലങ്ങളുടെ ശോചനീയാവസ്ഥ മാധ്യമങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുകയും ജനപ്രതിനിധികൾ ഇടപെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പാലം നിർമ്മിക്കാൻ NH അധികൃതർ തയ്യാറായത്. എന്നാൽ ദേശീയപാതയിൽ നിരവധി ചെറുപാലങ്ങൾ ഇപ്പോഴും അപകടസ്ഥിതിയിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പല പാലങ്ങളുടെയും അടിവശവും കൈവരികളും തകർന്ന അവസ്ഥയിലാണ്. ചെറുപാലങ്ങളുടെ നവീകരണവും ക്രാഷ് ബാരിയറുകളുടെ നിർമ്മാണവും നടത്തി അപകടങ്ങൾ കുറയ്ക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തെന്മല. കുഴൽക്കിണർ കുഴിക്കാനുള്ള കോടതി വിധി നിലനിൽക്കെ പത്തനാപുരത്ത് നാട്ടുകാർ നിർമ്മാണം തടഞ്ഞു. പുനലൂർ ASP J. ഹിമേന്ദ്രനാഥ് IPS നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. പത്തനാപുരം നീലിക്കോണത്ത് 100ഓളം വരുന്ന പട്ടികജാതി കുടുംബങ്ങളും മറ്റ് ഇതര ജാതി മതസ്ഥരുമടക്കം നിരവധി പേർ താമസിച്ചു വരുന്ന പ്രദേശത്ത് കുഴൽക്കിണർ നിർമ്മിക്കുന്നതിലൂടെ മറ്റു കിണറുകളിലെ വെള്ളം വറ്റിപ്പോകുമെന്നും കാരണം പറഞ്ഞാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. നടുക്കുന്നു പീടികയിൽ സുൽഫി ഖാദർ പുതുതായി നിർമ്മിച്ച വീടിനായിട്ടാണ് കുഴൽക്കിണർ നിർമ്മാണത്തിനൊരുങ്ങിയിരിക്കുന്നത്. സ്ഥലപരിമിതിയിൽ നിർമ്മിച്ച വീടിന്റെ മുറ്റത്ത് വലിയ കിണർ കുഴിക്കുവാൻ സ്ഥലമില്ലെന്ന് കാട്ടി കോടതിയുടെ അനുമതി തേടിയിരിക്കുകയാണ് സുൽഫി ഖാദർ. എന്നാൽ പ്രദേശവാസികളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന തരത്തിലുള്ള കുഴൽക്കിണർ നിർമ്മാണം എങ്ങനെയും തടയുമെന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ. ഏത് നിയമ നടപടിയിൽ കൂടെ ആയാൽ തന്നെയും ഈ കുഴൽക്കിണർ കുഴിപ്പ് ഇവിടെ ഞങ്ങൾ അനുവദിക്കത്തില്ല. അതിന് ഞങ്ങളുടെ ജീവൻ പോയാലും ഞങ്ങൾ ഈ സമര പരിപാടിയുമായിട്ട് ഇവിടെ നിന്ന് അതിനായിട്ടൊരു വാഹനം കടന്നു പോവുകയോ ഇല്ലെങ്കിൽ കുഴിക്കാൻ ഉള്ള സൗകര്യം ഞങ്ങൾ കൊടുക്കുകയോ ചെയ്യത്തില്ല. നിയമത്തെ ഞങ്ങൾ മാനിക്കുന്നു. നിയമത്തെ എതിർക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷേ ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് കൂടി ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കുടിവെള്ളം ഞങ്ങളത് ഇല്ലാതാക്കാൻ ഞങ്ങൾ ശ്രമിക്കത്തില്ല. അതിനാര് ശ്രമിച്ചാലും അതിന് ജീവൻ കൊടുത്തും ഞങ്ങൾ എതിർക്കും. കോടതി വിധി തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യത്തിൽ പോലീസിന്റെ സഹായത്തോടെ കുഴൽക്കിണർ നിർമ്മിക്കുമെന്ന നിലപാടിലാണ് വീട്ടുകാർ. ഉണക്ക് സമയത്ത് ഈ ഭാഗത്ത് വെള്ളമില്ല. മിക്ക കാരണം ഞങ്ങൾ തന്നെ ഈ പലയിടത്തും ചോദിച്ച് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇച്ചിരി വെള്ളം എടുത്തോട്ടെ ആരും സമ്മതിച്ചില്ല. അവസാനം ദിവസം 3-4 ഈ ടാങ്ക് ഇവിടുത്തെ 4 ടാങ്ക് വെള്ളം വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു കൂടുതൽ അത് കഴിഞ്ഞ് നിർത്തി ഭയങ്കര നഷ്ടമായിപ്പോയിരുന്നു. അങ്ങനെ പിന്നെ താഴെ വയലിലൊരു കുളം കുഴിച്ച് അതിനകത്ത് നിന്ന് വെള്ളം എടുത്ത് ഇതിന്റെ പണി ഇത്രയും വരെ ആക്കിയത്. റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരമുറകൾ തുടരുന്നതിനിടയിൽ പുനലൂർ ASP ഡോക്ടർ ഹിമേന്ദ്രനാഥ് IPS സ്ഥലത്തെത്തി ഇരു കൂട്ടർക്കും 4 ദിവസത്തെ സാവകാശം നൽകിയിരിക്കുകയാണ്. കുഴൽക്കിണർ നിർമ്മാണത്തിന്റെ പേരിൽ സംഘർഷ സാധ്യത നിലനിൽക്കെ പുനലൂർ ASP, പത്തനാപുരം CI, പുനലൂർ പത്തനാപുരം കുന്നിക്കോട് സ്റ്റേഷനുകളിലെ SIമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കി. കോടതി വിധി അംഗീകരിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ സ്റ്റാൻഡ്. മനസ്സിലായില്ല, ആരെയും നാട്ടുകാരെ മൊത്തത്തിലെടുക്കാനും നോക്കത്തില്ല. കോടതി എന്താണോ പറയുന്നത് അത് നമ്മൾ നടപ്പിലാക്കുക. അതല്ല, ഇവർ കുഴൽക്കിണർ തന്നെയാണ് നിർമ്മിക്കുന്നതെങ്കിൽ കൃത്യമായും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റും. കോടതി വിധി അനുസരിച്ച് ചെയ്താലേ പറ്റും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഒഴിയാബാധയായി ആഫ്രിക്കൻ ഒച്ചുകൾ. മേലില, വെട്ടിക്കവല, ചക്കുവരക്ക പഞ്ചായത്തുകളാണ് ഒച്ചുകൾ വ്യാപകമായത്. 2 വർഷം മുമ്പ് പത്തനംതിട്ടയിലെ കോന്നിയിൽ കണ്ടുവന്നിരുന്ന ആഫ്രിക്കൻ ഒച്ചുകളാണ് ഇപ്പോൾ ഇവിടേക്കും വ്യാപിച്ചിരിക്കുന്നത്. പ്രദേശത്തെ പച്ചക്കറിത്തോട്ടങ്ങൾ, വാഴകൃഷി എന്നിവ ഒച്ചുകൾ തിന്നു നശിപ്പിച്ചു. കൂടാതെ റബ്ബർ പാൽ കുടിച്ചു വറ്റിക്കുന്നതും പതിവാണ്. മരച്ചീനി, ചേന, ചേമ്പ്, കാച്ചിൽ, ചെടികൾ തുടങ്ങി എല്ലാം ഇവ തിന്നു നശിപ്പിക്കുകയാണ്. മഴ ശക്തമായ ശേഷമാണ് ഇവയുടെ ശല്യം രൂക്ഷമായത്. ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ് ഇവ പെറ്റുപെരുകുന്നത്. നനഞ്ഞ കരിയില കൂടിക്കിടക്കുന്ന ഇടങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഇതിനെ കൂടുതലായി കണ്ടുവരുന്നു. കാർഷിക വിളകൾക്കും മനുഷ്യനും ഭീഷണിയായ ആഫ്രിക്കൻ ഒച്ചുകളെ തുരത്താൻ ശാസ്ത്ര സംഘം കഴിഞ്ഞ ദിവസം പ്രദേശങ്ങളിലെത്തി പരിശോധന നടത്തിയിരുന്നു. പുകയില, ഉപ്പുലായനി, തുരിശ എന്നിവ അടങ്ങിയ മിശ്രിതം ഉപയോഗിച്ച് ഒച്ചുകളെ തുരത്താനാണ് ശാസ്ത്ര സംഘത്തിന്റെ നിർദ്ദേശം. കൂട്ടത്തോടെ നശിപ്പിച്ചിട്ടും പിന്നെയും ഒച്ചുകൾ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് ജനങ്ങൾ. കിഴത്തിങ്കര വാർഡിന്റെ കിഴക്കൻ മേഖലകൾ, അതായത് മാക്കന്നൂർ പ്രദേശത്തു നിന്നാണ് ഈ ആഫ്രിക്കൻ ഒച്ച് ഈ വാർഡിലേക്ക്, പഞ്ചായത്തിലേക്ക് ആദ്യം തന്നെ. അന്ന് തന്നെ ഞാനിത് കൃഷി വകുപ്പിനെ ശ്രദ്ധപ്പെടുത്തുകയും
അതിൻ്റെ ഫലമായിട്ട് അവർ പ്രദേശത്ത് ഉപ്പ് ഇത് നശിപ്പിക്കാൻ ഉപ്പാണ് നല്ലതെന്ന് കണ്ട് ഉപ്പ് എല്ലാ വീടുകളിലും അത് കൊടുക്കുകയും അതവർ കൃത്യമായി വിനിയോഗിച്ച് ഉപ്പ് ആ വീടുകളിൽ കൊടുത്ത് അതിൻ്റെ ഈ ഒച്ച നശീകരണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും വീടുകളിൽ കയറുന്ന ഒച്ചിനെ മാത്രമാണ് നശിപ്പിച്ചത്. അതിൻ്റെ ഫലമായി ആ പ്രദേശത്തിലുള്ള തോട്ടത്തിൻ്റെ സൈഡിൽ ധാരാളം ഒച്ചുകളുണ്ടായിരുന്നു. അത് അവിടുത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയുടെ തോട്ടമാണ്. ഏക്കർ കണക്കിന് തോട്ടം ആ പ്രദേശത്തുണ്ട്. അതിൽ നിറയെ ഒച്ചുകളാണ്. അതിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യവും ആ സ്വകാര്യ വ്യക്തി സ്വീകരിക്കുകയോ ആ പ്രദേശവാസികൾ അതിനുവേണ്ടി മെനക്കിടുകയോ ചെയ്തതിൻ്റെ ഫലമായി ഈ പ്രദേശത്ത് കിണറ്റിങ്കര മേഖലയിൽ വ്യാപകമായി ഈ ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യം ഉണ്ടാവുകയും തുടർന്ന് അത് പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ, അതായത് 16-ാം വാർഡ്, ചീയോട് വാർഡ്, 15-ാം വാർഡ് തുടങ്ങി വാർഡുകളിലെല്ലാം തന്നെ ഇതിൻ്റെ വ്യാപകമായ ശല്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾഡ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുരുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. ഞങ്ങൾ നിങ്ങളോടൊപ്പം. സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ, തൂക്കുപാലത്തിന് സമീപം, പുനലൂർ. ഹോമിയോപ്പതി വിഭാഗത്തിൽ ഡോക്ടർ KT തോമസ്, ഡോക്ടർ രഞ്ജിത്ത് തോമസ്. അലോപ്പതി ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ VS പോറ്റി, ഡോക്ടർ സിമി രഞ്ജിത്ത്, ENT സ്പെഷ്യലിസ്റ്റ് ജോ ബാബു എന്നിവരും. മദ്യാസക്തിക്കും മാനസിക വൈകാരിക പ്രശ്നങ്ങൾക്കുമായി ഡോക്ടർ പുരുഷോത്തമ ഭട്ട്, ഡോക്ടർ KT തോമസ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഷിബുവിന്റെയും സേവനം. അൾട്രാസൗണ്ട്, ഇൻഫ്രാറെഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫിസിയോതെറാപ്പി വിഭാഗവും. BSSന്റെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത നഴ്സിംഗ്, ലാബ്, എക്സ്റേ, ECG ടെക്നീഷ്യൻ, 2 വർഷ പാരാമെഡിക്കൽ കോഴ്സുകളും. സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ, പുനലൂർ. ഫോൺ 22223999. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് ACയുടെ അംഗീകൃത ഡീലർ. ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475222120. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. കേരള യൂണിവേഴ്സിറ്റി ലേണേഴ്സ് സപ്പോർട്ട് സെന്ററായ ഡേറ്റാടെക് BBA, BCA, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോർപ്പറേഷൻ, BA ഇംഗ്ലീഷ് തുടങ്ങിയ UG കോഴ്സുകൾ, MBA, MCom ഫിനാൻസ്, MA ഇംഗ്ലീഷ് തുടങ്ങിയ PG കോഴ്സുകളിലും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ 4 നൂറ്റാണ്ട് പിന്നിടുന്ന പരിചയ സമ്പന്നതയ്ക്കൊപ്പം മികവുറ്റ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും. സിവിൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ തുടങ്ങി 3 വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K മൊയ്തീൻ കുഞ്ഞ് ലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി
ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഹോളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475222636. വനിതകൾക്ക് മാത്രമായി പുനലൂരിൽ കമ്പ്യൂട്ടർ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പുനലൂർ പ്രസിഡൻസ് കോളേജ് പ്രിൻസിപ്പാൾ GN ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പുനലൂർ പ്രസിഡൻസി കോളേജ് വനിതകൾക്ക് മാത്രമായി കമ്പ്യൂട്ടർ സെന്റർ ആരംഭിച്ചു. KSRTC ജംഗ്ഷനിൽ വിളയിൽ ജുവലറിക്ക് സമീപമാണ് IAC എന്ന പേരിൽ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പ്രിൻസിപ്പൽ GN ശ്രീകുമാർ സെന്റർ ഉദ്ഘാടനം ചെയ്തു. ടാലി, DCA, MS ഓഫീസ്, PGDCA, DTP, ഇന്റർനെറ്റ് തുടങ്ങിയ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഇവിടെ നടത്തുന്നതാണെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിതറയിൽ കാർ പോസ്റ്റിലിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. കിളിമാനൂർ സ്വദേശികളായ ദമ്പതികളാണ് അപകടത്തിൽപ്പെട്ടത്. ചിതറയിൽ കാർ പോസ്റ്റിലിടിച്ചു മറിഞ്ഞ് ഒരാൾക്ക് പരിക്ക്. ചിതറ മുസ്ലിം പള്ളിക്ക് മുന്നിൽ വൈകിട്ട് 3:30 അപകടം നടന്നത്. കുളത്തൂപ്പുഴയിൽ നിന്നും വരികയായിരുന്ന കാർ കുളത്തൂപ്പുഴ ക്ഷേത്രത്തിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയ കിളിമാനൂർ സ്വദേശികളായ ദമ്പതികളാണ് കാറിലുണ്ടായിരുന്നത്. നിയന്ത്രണം തെറ്റിയ കാർ റോഡരികിൽ നിന്നിരുന്ന ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ച ശേഷം അവിടെ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനത്തിലും ഇടിച്ചു മറിയുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ കാർ ഉയർത്തി യാത്രക്കാരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കിഴക്കൻ മേഖലയിൽ പനി പടരുന്നു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ദിവസേന ചികിത്സ തേടിയെത്തുന്നത് ആയിരക്കണക്കിന് രോഗികൾ. ആർ ബാലകൃഷ്ണപിള്ളയ്ക്കും KB ഗണേഷ് കുമാർ MLAക്കുമെതിരെ കോൺഗ്രസ് നേതാവിന്റെ രൂക്ഷ വിമർശനവും. നാണവും മാനവുമില്ലാത്തവരാണ് പിള്ളയും ഗണേഷ് കുമാറുമെന്ന് KPCC നിർവാഹക സമിതി അംഗം CR നജീബ്. ഒഴിയാബാധയായി ആഫ്രിക്കൻ ഒച്ചുകൾ. മേലില, വെട്ടിക്കവല പഞ്ചായത്തുകൾ ജനങ്ങൾ ഭീതിയിൽ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ചിത്രങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.naivarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വിനായക ഫിസിയോതെറാപ്പി സെന്റർ, അഞ്ചൽ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ ലാബ്, പുനലൂർ. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, പുനലൂർ. ശങ്കർ സായി ഹോസ്പിറ്റൽ, പുനലൂർ. ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, കുന്നിക്കോട്.